ഉമ്മയതാ അത് ആ മലയുടെ മുകളിലേക്ക് കയറി പോവുകയാണ്. എന്തിനെന്നോ തന്റെ മകനെ ഒരു നോക്ക് കാണാനാണ്. അവിടുന്ന് മലയും കേറിയ മകനെ വിളിച്ചു. എന്താണ് വിളിച്ചത്? മോനെ ജുറൈജേ, വിവാദത്തിന്റെ തിരക്കിനാൽ വിളി കേട്ടില്ല. വിവാദത്തിന്റെ തിരക്കിനാൽ വിളി കേട്ടില്ല. ആ ഉമ്മ അറങ്ങി. എന്തുകൊണ്ട് അവാർഡ്യം വെച്ചുകൊണ്ടാണ് ഇറങ്ങിയത്? എന്റെ മകനെ ഒരു നോക്ക് കാണാൻ പറ്റിയില്ലല്ലോ എന്ന സഹതാപം കൊണ്ടാണ് ഉമ്മ ഇറങ്ങിയത്. അങ്ങനെ രണ്ടാമത്തെ ദിവസവും തന്റെ മകനെ ഒരു നോക്ക് കാണാൻ അതാ ഉമ്മ മലയുടെ മുകളിലേക്ക് കയറുകയാണ്. വീണ്ടും വിളിക്കുന്നു, മോനെ ജുറൈജേ. വിളി കേട്ടില്ല. വിളി കേട്ടത് തന്നെയില്ല. ജുറൈജ് റളിയല്ലാഹു അൻഹു പകയൊന്നും കൊണ്ടല്ല, അതാ ഇബാദത്തിന്റെ തിരക്കിലാണ്. ജുറൈജ് റളിയല്ലാഹു അൻഹു ആ ഉമ്മ പിന്നെയും വാശിയോടെ ഇറങ്ങി. മൂന്നാമത്തെ ദിവസവും തന്റെ മകനെ ഒരു നോക്ക് കാണാനായി ജുറൈജ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയതാ മലയുടെ മുകളിലേക്ക് കയറി. മലയുടെ മുകളിലോട്ട് കയറിയിട്ട് അതാ മോനെ ജുറൈജേ എന്ന് വിളിച്ചു. മൂന്നാമത്തെ ദിവസം വിളി കേട്ടില്ല. കാരണം എന്താണ്? ഇബാദത്തിന്റെ തിരക്കിലാണ്. ജുറൈജ് റളിയല്ലാഹു അൻഹു ഇബാദത്തിന്റെ തിരക്കിലാണ് വിളി കേൾക്കാത്തത്. ആ ഉമ്മ ഒരു പ്രാർത്ഥന അവിടുന്ന് പ്രാർത്ഥിച്ചു. എന്താണ് പ്രാർത്ഥന? എന്റെ മകനെ ഈ നാട്ടിലെ വ്യക്തിയെ കൊണ്ട് അപമാനിക്കണം റഹ്മാനെ, അപമാനിപ്പിക്കണം റഹ്മാനെ എന്ന വാശി കൊണ്ടാണ് ആ ഉമ്മ മലയുടെ മുകളിൽ നിന്ന് അടിയിലോട്ട് ഇറങ്ങിയത്. ആ ഉമ്മ മലയുടെ മുകളിൽ നിന്ന് അടിയിലോട്ട് ഇറങ്ങിയത്. അതാ ഒരു കൂട്ടം ശത്രുക്കൾ, ജുറൈജ് റളിയല്ലാഹു അൻഹുവിന്റെ ശത്രുക്കൾ ഒരു വേശ്യയെ ജുറൈജിനെ അപമാനിച്ച ഒരു വേശ്യയോട് പറയുന്നു, ജുറൈജിനെ നീ അപമാനിച്ചാൽ നിനക്ക് പറയുന്നതെന്തും ഞങ്ങൾ സ്ഥാപിച്ചു തരാം. നിനക്ക് പറയുന്നതെന്തും ഞങ്ങൾ സ്ഥാപിച്ചു തരാം എന്ന് ജുറൈജ് റളിയല്ലാഹു അൻഹുവിനെ അപമാനിച്ചാൽ അതാ ശത്രുക്കൾ, ഒരു കൂട്ടം ശത്രുക്കൾ അതാ പറയുന്നു. ആ പെണ്ണ് ജുറൈജ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് ചെന്നു. നഗ്നനായി വസ്ത്രമൊന്നുമില്ലാതെ ഡാൻസ് കളിക്കുന്നു. ജുറൈജ് റളിയല്ലാഹു അൻഹു മൈൻഡ് ചെയ്തതേയില്ല, തിരിഞ്ഞു നോക്കിയതേയില്ല. ജുറൈജ് റളിയല്ലാഹു അൻഹു അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയതേയില്ല. ജുറൈജ് റളിയല്ലാഹു അൻഹു അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയതേയില്ല. പകയോട് കൂടി ഇറങ്ങി ഒരു ആട്ടിടയനുമായി ബന്ധപ്പെട്ടു. ഗർഭിണിയാ